ഈ കാണുന്ന ഒരു സ്ഥിതിയിലാണോ നിങ്ങളുള്ളത്? അതായത് ഇൻസ്റ്റഗ്രാമും യൂട്യൂബ് പോലത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നിങ്ങളുടെ പഠനത്തിനെയും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെയും മോശമായിട്ടാണ് എഫക്ട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ സയന്റിഫിക്കലി മനസ്സിലാക്കും എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ടീനേജേഴ്സിന് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അതിന്റെ സയന്റിഫിക് ന്യൂറോളജിക്കൽ റീസൺ എന്താണെന്ന്. രണ്ടാമത്, ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പഠനത്തിൽ ഉണ്ടാകുമ്പോൾ ആക്ച്വൽ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. ഓൾറെഡി നിങ്ങൾ കുറെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ അറിയാത്ത കുറെ പ്രശ്നങ്ങളും ട്രാപ്പുകളും അവിടെ കിടപ്പുണ്ട്. ആൻഡ് ലാസ്റ്റ്ലി, എന്താണ് ഇതിന്റെ സൊല്യൂഷൻ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും ദി ആങ്ഷ്യസ് ജനറേഷൻ എന്ന് പറഞ്ഞ ജോണത്തൻ ഹൈറ്റിന്റെ ബുക്ക് ബേസ്ഡ് ആയിട്ടാണ്. അപ്പോൾ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ബുക്ക് വായിക്കാം. ഈ വീഡിയോയുടെ ഫസ്റ്റ് സെഗ്മെന്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ടീനേജേഴ്സിനിടയിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. പലപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ട്രോൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, 90s കിഡ്സിനൊന്നും ഈ പ്രശ്നമില്ല, ഇപ്പോഴത്തെ പിള്ളേർക്കാണ് ഈ പ്രശ്നമുള്ളത്. അത് ശരിക്കും സത്യമാണോ? ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തോ ഒരു പ്രത്യേക പ്രശ്നമുണ്ടോ ഈ സോഷ്യൽ മീഡിയ അവരെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട്? ആൻസർ അങ്ങനെ ഇല്ല. ഇതിന് കൃത്യമായുള്ള കാരണങ്ങളുണ്ട്. ഓരോരോ കാരണങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ടീനേജറിന്റെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു V12 എഞ്ചിൻ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലംബോർഗിനി പോലെയാണ്. ചെറിയൊരു പ്രശ്നമുണ്ട്, അതിന്റെ ബ്രേക്ക് ഒരു ലോക്കൽ ബ്രേക്കാണ്, തേഞ്ഞു പോയ ബ്രേക്കാണ്. കുറച്ചുകൂടി സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ, ഒരു ടീനേജർ നിങ്ങളൊരു 13 18 വയസ്സിന്റെ ഇടയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിലെ കൂടുതൽ ഉപയോഗിക്കുക അമിഗ്ഡല എന്ന് പറഞ്ഞൊരു പാർട്ടാണ്. ഈ അമിഗ്ഡല എന്ന് പറഞ്ഞാൽ പൊതുവെ ഇമോഷണൽ പ്രോസസ്സിങ്ങും ഫിയറും അഗ്രഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സെന്ററാണ്. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആരെങ്കിലും വന്ന് ഡോ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അമിഗ്ഡലയാണ് പെട്ടെന്ന് ആക്റ്റീവ് ആവുക, അതിനുള്ള റെസ്പോൺസ് ആയിരിക്കും നിങ്ങൾ കൊടുക്കുക. നേരെ മറിച്ച് നിങ്ങൾ കുറച്ചുകൂടി പ്രായമായി വരുമ്പോൾ നിങ്ങളുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞ ബ്രെയിനിന്റെ മുന്നിലൊരു വശമുണ്ട്, അത് മെല്ലെ മെല്ലെ കൂടുതൽ ആക്റ്റീവ് ആയി തുടങ്ങും, അത് കൂടുതൽ ഡെവലപ്പ് ആയി തുടങ്ങും. അപ്പൊ ഈ ഒരു പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞ ഭാഗമാണ് നിങ്ങളുടെ ഇമ്പൾസിനെ കൺട്രോൾ ചെയ്യുന്ന നോക്കുന്നത്, നിങ്ങളുടെ അറ്റൻഷൻ, നിങ്ങളുടെ പ്ലാനിങ്, ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സെന്ററാണ്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗം ആക്ച്വലി ഫുള്ളി ഡെവലപ്ഡ് ആവുന്നത് നിങ്ങൾ 25 വയസ്സാവുമ്പോഴാണ്. അപ്പൊ ആക്ച്വലി നമ്മൾ സയന്റിഫിക് സ്റ്റഡി കണ്ടാൽ മനസ്സിലാവും, 20 വയസ്സാവുമ്പോൾ പോലും നിങ്ങളുടെ ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഫുള്ളി ഡെവലപ്ഡ് ആവില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ടീനേജേഴ്സ് ആകുമ്പോൾ നമ്മൾ പൊതുവെ പറയില്ലേ, പേരൻസിനടുത്തൊക്കെ ഭയങ്കര ഒച്ച ഉണ്ടാക്കും, ഭയങ്കര റിയാക്റ്റീവ് ആയിരിക്കും. കാരണം നിങ്ങൾ കൂടുതൽ കാര്യങ്ങളും നിങ്ങളുടെ അമിഗ്ഡലയിൽ നിന്ന് വരുന്ന റിയാക്ഷനാണ്, അത് ആക്റ്റീവ് ആയിട്ട് വരുന്ന റിയാക്ഷനാണ്. ഈ ഒരു സാധനം അത്ര അങ്ങോട്ട് വർക്ക് ചെയ്യുന്നില്ല. അത് നിങ്ങളുടെ പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ ബ്രെയിനിൽ ആ ഭാഗം ഡെവലപ്ഡ് ആയിട്ടില്ല. ഈ അമിഗ്ഡല ഇത്രയും ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഒരു ലൈക്ക് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ പ്രൈസ് ചെയ്തിട്ടൊരു കമന്റ് കാണുമ്പോൾ അമിഗ്ഡല ഭയങ്കര നല്ല ഇമോഷണൽ റെസ്പോൺസ് കൊടുക്കും. വീണ്ടും വീണ്ടും നമുക്കിങ്ങനെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങും. അതേസമയം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കമന്റ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ, അത് ഇഷ്ടമില്ലാത്തൊരു പോസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര റിയാക്റ്റീവ് ആയിട്ടുള്ള കമന്റിനും റെസ്പോൺസ് കൊടുക്കാൻ കാരണം നമ്മുടെ ബ്രെയിനിലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല, നേരെ മറിച്ച് ഈ അമിഗ്ഡലയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് മെയിൻ റീസൺ. രണ്ടാമത്തെ വില്ലനാണ് വെൻട്രൽ സ്ട്രയേറ്റം. ഈ വെൻട്രൽ സ്ട്രയേറ്റം എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം, ബ്രെയിനിന്റെ ഭാഗം, ടീനേജേഴ്സിൽ ഭയങ്കര റിയാക്റ്റീവ് ആയിരിക്കും. ഈ സാധനത്തിന് ഫുൾ ന്യൂറോളജി നമ്മൾ പഠിക്കാൻ പോകുന്നില്ല, പക്ഷെ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ബ്രെയിൻ ഡോപ്പമിൻ റിലീസ് ചെയ്യുമ്പോൾ ആ ഡോപ്പമിന്റെ നല്ലൊരു ഭാഗം എത്തുന്നത് ഈ ഒരു വെൻട്രൽ സ്ട്രയേറ്റത്തിലാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇങ്ങനെ നോക്കി നിങ്ങൾ ഇങ്ങനെ അതിന്റെ ലൈക്ക് കാണുമ്പോഴും നല്ല 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 കമന്റ്സ് കാണുമ്പോഴും, അല്ലെ ആൾക്കാരൊക്കെ നിങ്ങളുടെ പോസ്റ്റ് ഷെയർ ചെയ്യുന്നൊക്കെ കാണുമ്പോഴും അങ്ങനെ സംഭവിച്ചാൽ ഈ വെൻട്രൽ സ്ട്രയേറ്റത്തിൽ കുറേ ഡോപ്പമിൻ അങ്ങോട്ട് റിലീസ് ആവും. അപ്പോൾ കുറേ ഡോപ്പമിൻ റിലീസ് ആകുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളോട് പറയും, അല്ലെ വെൻട്രൽ സ്ട്രയേറ്റും അതിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങളോട് പറയും, ഇത് നല്ല കാര്യമാണ്, ഇനിയും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം, ഇനിയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? എല്ലാം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ വീണ്ടും ആ ഒരു ഈ അഡിക്ഷൻ മെല്ലെ മെല്ലെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു സാധനമാണ്. ഈ ഒരു സാധനം അഡൽട്സിനെക്കാളും കൂടുതൽ ആക്റ്റീവും റിയാക്റ്റീവും ടീനേജേഴ്സിന്റെ കേസിലാണ്. ആൻഡ് മൂന്നാമത്തെ കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ പിയർ അപ്രൂവൽ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒരു റേസ് ഇങ്ങനെ പോവാണ്, സൈക്കിൾ റേസിങ്ങിന് പോവാണ്, ആരും കാണാനൊന്നുമില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാ റേസ് ചെയ്യുക? നമുക്ക് വേണ്ടി റേസ് ചെയ്യും, നമുക്ക് ഫസ്റ്റ് ആണോ നമ്മൾ ഫസ്റ്റ് ആവാൻ വേണ്ടി റേസ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ റേസ് ചെയ്യും. പക്ഷെ ഇമാജിൻ ചെയ്യ്, അതേ റേസിൽ കുറെ ആൾക്കാർ, നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ അപ്പുറത്ത് നിന്നിട്ട് ഭയങ്കര ചിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജനറലി നമുക്ക് ഓടിക്കാൻ പറ്റുന്നതിനേക്കാളും സ്പീഡിൽ ഒന്ന് ഓടിക്കാൻ വേണ്ടി നോക്കും. ഫസ്റ്റ് ആവാൻ പറ്റുമെങ്കിൽ ഫസ്റ്റ് ആവാൻ തന്നെ നമ്മളൊന്ന് ശ്രമിക്കും. ഒരു ആവേശം കുറച്ച് കൂടുതലായിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് പിയർ അപ്രൂവൽ. ഇതിന്റെ കാരണം എന്താണ്? നമുക്ക് ആക്ച്വലി ഫസ്റ്റ് ആവേണ്ടത് കൊണ്ടൊന്നായിരിക്കില്ല, പക്ഷെ നമുക്ക് ആൾക്കാരുടെ നിന്ന് അപ്രൂവൽ കിട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ബിഹേവിയറും ജനറലി ഏറ്റവും സ്ട്രോങ് ആവുന്നത്, അത് നിങ്ങൾ 90s കിഡ് ആണെങ്കിലും നിങ്ങളിപ്പോൾ 60 വയസ്സുള്ള ആളാണെങ്കിലും ഏറ്റവും സ്ട്രോങ് ആയിട്ട് വരിക നിങ്ങളുടെ ടീനേജ് സമയത്തായിരുന്നപ്പോഴാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്.
ഇപ്പോൾ എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഞാനൊക്കെ ആദ്യം ഈ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫേസ്ബുക്കിലൊക്കെ ആയിരുന്നു നമ്മൾ ആക്റ്റീവ് ആയ സമയത്ത്. ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പോയി നോക്കും, ആരെങ്കിലും ലൈക്ക് ചെയ്തോ, ആരെങ്കിലും കമന്റ് ചെയ്തോ, അത് പ്രത്യേക ആൾക്കാർ ലൈക്ക് ചെയ്തോ എന്നുള്ളവരൊക്കെ നമ്മൾ പോയി നോക്കും. അതിപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നു എന്ത് മണ്ടനായിരുന്നു ഞാൻ എന്തിനാകെ ചെയ്തതെന്ന് തോന്നുമെങ്കിലും അന്ന് ആ പിയർ അപ്രൂവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമ്മൾ. കാരണം നമ്മുടെ സ്വഭാവത്തിന്റെ ഒരു ഫീച്ചർ ആയിരുന്നു, നമ്മുടെ പ്രായത്തിന്റെ ഒരു ഫീച്ചർ ആയിരുന്നു. അപ്പൊ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ കൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ ജനറലി ടീനേജേഴ്സിനിടയിൽ ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. പണ്ടത്തെ കാലത്ത് പ്രശ്നം ഉണ്ടാകാത്തത് അന്നത്തെ പിള്ളേര് അവർ ഭയങ്കര അടിപൊളി ആയതുകൊണ്ടൊന്നല്ല, അന്ന് ഇത്രയും എക്സ്പോഷർ സോഷ്യൽ മീഡിയയോട് ഇല്ലായിരുന്നു എന്നുള്ള ഒരു ഭാഗ്യം കൊണ്ടാണ് അന്നത്തെ ആൾക്കാർക്ക് ഇപ്പോൾ ഭയങ്കര സ്റ്റൈലായിട്ട് 90s കിഡ്സ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങളൊരു കുട്ടിയാണ്, നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല, നിങ്ങളുടെ പ്രായത്തിന്റെ ഒരു ഫീച്ചറാണ്. നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഇങ്ങനെയേ ആവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത് സ്വയം ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞാൻ മോശമാണെന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടോ ഒരു കാരണമാവരുത് എന്നുള്ള കാര്യം ഫസ്റ്റ് മനസ്സിലാക്കണം. ഇനി അതേസമയം നമുക്കിതും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ ബ്രെയിൻ ഇങ്ങനെയാണ്, നമ്മളിങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്കിതിനെ ഫിക്സ് ചെയ്യാൻ പറ്റും. പക്ഷെ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആക്ച്വലി ശരിക്കും മനസ്സിലാക്കണം, ഈ ഒരു പ്രശ്നം കൊണ്ട്, സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉള്ളതുകൊണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ. അത് മനസ്സിലാക്കിയാലേ അത് ഫിക്സ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കേണ്ടത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് സോഷ്യൽ മീഡിയ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് കാര്യമാണ് സോഷ്യൽ ഡെപ്രിവേഷൻ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ ഇങ്ങനെ ഓരോ ആൾക്കാരോട് ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുക, ഇത് നല്ല രസമാണല്ലോ, നമുക്ക് എണീറ്റ് പോകേണ്ട ആവശ്യമില്ല, കഷ്ടപ്പെട്ട ആൾക്കാരോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിലിങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. മാത്രമല്ല നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒന്നും ആരും കാണില്ല, അപ്പോൾ നമുക്ക് എന്ത് കളവ് വേണേൽ എളുപ്പത്തിലൊക്കെ പറയാം. ഭയങ്കര ഈസി പ്രോസസ്സാണ്. പക്ഷെ അതേസമയം ആ ഒരു ഈസി പ്രോസസ്സ് നിങ്ങളുടെ ആക്ച്വൽ സോഷ്യൽ കണക്ഷൻ എന്ന് പറഞ്ഞ സാധനത്തിനെ ഡിപ്രൈവ് ചെയ്യാണ് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്ന സമയത്ത്. ഇപ്പോൾ ഹാർവർഡിൽ ഒരു വലിയ സ്റ്റഡി നടന്നിട്ടുണ്ടായിരുന്നു, ഹാർവർഡ് ഹാപ്പിനെസ് സ്റ്റഡി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൽ ആക്ച്വലി 85 വർഷമായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റഡിയാണ്. കുറേ ആൾക്കാർ ഇങ്ങനെ ഫോളോ ചെയ്ത് അവരുടെ ഡെയിലി റുട്ടീൻസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് അവർ കണ്ടുപിടിക്കാൻ ഉദ്ദേശിച്ചത് എന്ത് കാര്യമാണ് ആൾക്കാരെ ഹാപ്പി ആക്കാന്നാണ്. അപ്പോൾ അവർ കണ്ടുപിടിച്ച് കുറേ കാര്യങ്ങൾ ഹാപ്പി ആക്കും, ക്വാളിറ്റി ഓഫ് ലൈഫ്, ജോലി, പൈസ എത്ര ഉണ്ടാക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹാപ്പിനെസ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്ത ഫാക്ടർ അവർ കണ്ടുപിടിച്ചത്, അതൊരു സംശയമില്ലാതെ അവർ കണ്ടുപിടിച്ചത് എല്ലാവരുടെയും കേസിൽ ഈ ഒരു കാര്യം തന്നെയാണ്, റിലേഷൻഷിപ്സ്. അതായത് ഓരോ ആൾക്കാർക്കും ഉള്ള മറ്റേ ലവ് റിലേഷൻഷിപ്പ് അല്ല, അതുകൂടാതെ നമ്മുടെ ഫാമിലിയും നമ്മുടെ ഫ്രണ്ട്സും ആയിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ക്വാളിറ്റി. ആ ക്വാളിറ്റി ഒരു കാരണവശാലും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല, ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ചാറ്റ് ചെയ്തുകൊണ്ട് അത് കിട്ടാൻ പോകുന്നില്ല. ആക്ച്വൽ നിങ്ങൾ ആൾക്കാരായിട്ട് ഇടപഴകിയാണ് ആ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരാൻ പോകുന്ന ഒരു ഫാക്ടർ ആയിരിക്കും നിങ്ങൾ നഷ്ടപ്പെടാൻ പോകുന്നത് ഈ സോഷ്യൽ മീഡിയ ഓവർ യൂസ് ചെയ്തിട്ട്, അല്ല അതിലൂടെ മാത്രം നിങ്ങൾ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിട്ട്. രണ്ടാമത്തെ കാര്യമാണ് സ്ലീപ്പ് ഡെപ്രിവേഷൻ. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും. നിങ്ങൾ സ്റ്റുഡൻ്റെ കാര്യം വിട്, എൻ്റെ കാര്യം വരെ ഞാൻ പറയാം. പല ദിവസങ്ങളിലും ഞാൻ തന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിലും നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെ യൂട്യൂബ് തന്നെ കണ്ട് ഉറങ്ങാനൊക്കെ 2-3 മണിയാവും. എന്നിട്ടോ പ്രത്യേകിച്ച് ഒന്നും ഗുണം ഉണ്ടായിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു പുതിയതായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പുതിയ നോളജും നമ്മൾ ഗെയിൻ ചെയ്തിട്ടുണ്ടാവില്ല. മാത്രമല്ല അടുത്ത ദിവസം മൊത്തം കൊളാവുകയും ചെയ്യും. ഇത് നിങ്ങളുടെ ലൈഫിന് ഒരുപക്ഷെ നിങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇത് നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നമാണ്. എനിക്ക് അത്ര പ്രശ്നമില്ല, പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നമായിരിക്കും ഈ സ്ലീപ്പ് ഡെപ്രിവേഷൻ. ഇതിൽ വേറെ സയന്റിഫിക് വശം കൂടി ഉണ്ട്. നിങ്ങൾ രാത്രി സമയങ്ങളിൽ കൂടുതൽ ഫോണൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിലുള്ള ഈ മെലറ്റോണിൻ എന്ന് പറഞ്ഞ സാധനം ഒരു ഹോർമോണാണ്, അതിൻ്റെ റിലീസ് ഡിലേ ആവും. ഈ സാധനം വരുന്ന സമയത്താണ് നമ്മുടെ ബോഡിക്ക് മനസ്സിലാവുക ഉറങ്ങാൻ സമയമായി എന്നുള്ള കാര്യം. അപ്പം അങ്ങനെ ഒരു വശം കൂടുതലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് കാര്യമാണ് അറ്റൻഷൻ ഫ്രാഗ്മെന്റേഷൻ. ഇത് നിങ്ങളുടെ കാര്യം ഞാൻ പറയുന്നില്ല, എൻ്റെ കാര്യം തന്നെ പറയാം. ഞാനൊരു പണി ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ക്ലാസ്സിന് വേണ്ടി PPT ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നമാണ്. ഇടയ്ക്ക് കുറച്ച് യൂട്യൂബിൽ കുറേ ടാബൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിനിടയിൽ ഒരു യൂട്യൂബ് വീഡിയോ കാണും. അതിനിടയിൽ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വാട്സാപ്പിൻ്റെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയോ അതിൻ്റെ പുറകെ പോകും. ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ പണി ചെയ്യുന്നത്. അപ്പോൾ 2 കാര്യങ്ങളായിരിക്കും അതിൻ്റെ അവസാനം സംഭവിക്കുക. ഒന്ന്, ഈ പണി മര്യാദയ്ക്ക് നടക്കില്ല. രണ്ടാമത്തെ കാര്യം, ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീലിംഗ് ഇല്ല. കാരണം 2 മണിക്കൂർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി ചെയ്തു എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ ഇടയിൽ കൂടെ വേറെ കുറേ പരിപാടി ചെയ്തു. എന്നാൽ എൻജോയ് ചെയ്തെന്ന് വെച്ചാൽ അതും നടന്നിട്ടില്ല. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ്. ഇത് നിങ്ങൾ ചിലപ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ ലൈഫിൽ ഞാൻ ഫേസ് ചെയ്ത കാര്യം തന്നെയാണ്. അത് അറ്റൻഷൻ ഫ്രാഗ്മെന്റേഷൻ വലിയൊരു ഇഷ്യൂ ആണ്. ഒരു പ്രോപ്പർ കാര്യം നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, മെയിൻലി ഡ്യൂ ടു സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻ. ആൻഡ് ലാസ്റ്റ് കാര്യമാണ് അഡിക്ഷനും മെന്റൽ ഹെൽത്തും. ഇത് ഓവർ ആയി കഴിഞ്ഞാൽ ഇതൊരു അഡിക്ഷൻ ആയി മാറും. അഡിക്ഷൻ ആയി മാറിക്കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നം വളരെ ഓബ്വിയസ് ആണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. മാത്രമല്ല അത് ഇൻഡയറക്ട്ലി
നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആങ്ഷ്യസ് ജനറേഷൻ എന്ന് പറഞ്ഞ ബുക്കിൽ അവരൊരു സ്റ്റഡി സൈറ്റ് ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ നടന്ന കാര്യമാണ് ഇത്, ബാക്കി പല നേഷൻസിലും അവർ ആക്ച്വലി ചെയ്തിട്ടുണ്ട്. അതായത് ടീനേജേഴ്സിനിടയിൽ ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ 134%, 106%, അതായത് ഡബിളിനേക്കാളും കൂടുതലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അത്രയും കുട്ടികൾക്കാണ് ഡയഗ്നോസ്ഡ് ആവുന്നത്. ഇനി ഇതിൽ വേറെ പല വശങ്ങളുണ്ട്. ഇന്നത്തെ കാലത്താണ് മെന്റൽ ഹെൽത്തിന്റെ അവയർനെസ് കൂടുതലുള്ളത്, അപ്പൊ അതുകൊണ്ടുമുണ്ട്. പക്ഷെ സയന്റിസ്റ്റ് വീണ്ടും അത് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തപ്പോൾ, ഇൻഡെപ്ത് ആയിട്ട് സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായി അതൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ, അതിന്റെ അഡിക്ഷനും അതിന് വരുന്ന പ്രശ്നങ്ങളുമാണ്. അതാണ് ഈ ഒരു ഡിപ്രഷനെയും ആങ്സൈറ്റിനെയും ഇത്രയും ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിലൊരു സംശയമില്ല. അപ്പൊ ഇതൊരു ടെറിഫയിങ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് പല കുട്ടികളും ഡിപ്രഷനും ആങ്സൈറ്റിയും വരുന്നത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഓവർ യൂസ് കൊണ്ടാണെങ്കിൽ അത് ഭയങ്കര ഒരു ടെറിഫയിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സോഷ്യൽ മീഡിയ മോശമായിട്ട് എഫക്ട് ചെയ്യുന്നത്. ഇനി ആസ് എ സ്റ്റുഡൻറ് ഇത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിനെ എങ്ങനെ എഫക്ട് ചെയ്യാം? ഒന്ന്, നിങ്ങളുടെ അക്കാഡമിക്സ്. രണ്ട്, നിങ്ങളുടെ മെന്റൽ ഹെൽത്ത്. വലിയ പ്രശ്നമാണ്. അതും അക്കാഡമിക്സ് ആയി ലിങ്ക്ഡ് ആണ്. മെന്റൽ ഹെൽത്ത് പ്രോപ്പർ ആയില്ലേ നിങ്ങൾ എങ്ങനെ പഠിക്കാൻ വരേക്കും? ആൻഡ് ലാസ്റ്റ്ലി നിങ്ങളുടെ സോഷ്യൽ സ്കിൽസ്. ഇത് മൂന്ന് എഫക്റ്റഡ് ആവും. അക്കാഡമിക്സ് എങ്ങനെ എഫക്റ്റഡ് ആവാം? നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഉറക്കം കിട്ടിയില്ല, നിങ്ങൾക്ക് മര്യാദയ്ക്ക് അറ്റൻഷൻ കിട്ടിയില്ലെങ്കിൽ ഒരു കാറ്റില്ലാത്ത ഫുട്ബോൾ അടിക്കുന്ന പോലെയാണ്. എത്ര അടിച്ചിട്ടും, അതായത് എത്ര പഠിച്ചാലും ഒരു കാര്യമില്ല, അത് അനങ്ങാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു ബ്രെയിൻ ആയി പോകും നിങ്ങളുടെ. രണ്ടാമത്തെ കാര്യം മെന്റൽ ഹെൽത്തിന്റെയാണ്. മര്യാദക്ക് ഒരു മെന്റൽ ഹെൽത്ത് ഇല്ലെങ്കിൽ ഒരു പുകയൊക്കെ ഉള്ള ഒരു റൂമിലേക്ക് കയറുന്ന പോലെ ഒന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താണ് സംഭവിക്കുന്ന കാര്യം. ആൻഡ് ലാസ്റ്റ് കാര്യം സോഷ്യൽ സ്കിൽസ് ആണ്. ഇത് ഭയങ്കര മസിൽ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവരുത്. പക്ഷെ മുതുകത്തെ ഒരു കൊതുക് വന്നിരുന്നാൽ അതിനെ ഓടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ആ മസിൽ കൊണ്ടൊന്നും ഒരു കാര്യമില്ലാത്ത അവസ്ഥയെ. ഞാൻ മസിലുള്ള ആൾക്കാരെ ഒന്നും അല്ല, ജിമ്മിൽ പോകുന്ന ആൾക്കാരെയും കളിയാക്കല്ല, ഒരു എക്സാമ്പിൾ പറയാണ്. അതുപോലെ ആയിപ്പോൾ നിങ്ങളുടെ സോഷ്യൽ സ്കിൽസും. അതായത് നിങ്ങൾ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും കമന്റ് അടിക്കാനൊക്കെ ഭയങ്കര കഴിവായിരിക്കും. പക്ഷെ ആക്ച്വൽ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് ഒരാൾ സംസാരിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ആ ഒരു മസിൽ കൊണ്ട് കാര്യമായ ഉപയോഗം ഇല്ലാതായി മാറും. ഇതാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഇതാണ് സ്ഥിതി. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിന് ഫിക്സ് ഉണ്ടോ? തീർച്ചയായും ഫിക്സ് ഉണ്ട്. ഈസി ആയിരിക്കും? ഒബ്വിയസ്ലി ഈസി ആയിരിക്കില്ല. അങ്ങനെ ഈസിയാണ് എല്ലാവരും ഇത് എളുപ്പത്തിൽ ചെയ്തു പോയാൽ. എങ്കിലും ഇത് ശരിയാക്കാൻ പറ്റും. അതിനുള്ള കുറച്ച് ടിപ്സ് ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് സിമ്പിൾ കാര്യം, നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീട്ടിലൊരു പട്ടിയോ അല്ലെങ്കിൽ ഒരു പെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിന് ഭക്ഷണം കൊടുക്കും. ഭക്ഷണം എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുമോ? നിങ്ങളൊരു നല്ല പെറ്റ് ഓണർ ആണ്, നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. നിങ്ങൾക്ക് അതിന് നിശ്ചിതമായുള്ള സമയങ്ങളിൽ റെഗുലർ ടൈമിൽ നിങ്ങൾ അത് ഫുഡ് കൊടുക്കുകയും ചെയ്യും. അതേപോലെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും കാണാം. നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം ഞാൻ ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷെ നിങ്ങൾ അതിനൊരു നിശ്ചിത ടൈം കൊടുക്കുക. ആ ടൈമിൽ മാത്രം ഉപയോഗിക്കുന്ന രീതിയിലാക്കുക. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡിജിറ്റൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾ ഒരു ഡെയിലി സ്ക്രീൻ ടൈം ലിമിറ്റ് വെക്കുക. അത് നിങ്ങളുടെ ഫോണിൽ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന ഒരു ആപ്പ് അങ്ങനെയൊന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മെന്റലി നിങ്ങൾ തീരുമാനിക്കണം, ഞാൻ ഇന്ന് മുതൽ 30 മിനിറ്റ് ആണ് 30 മിനിറ്റ്, അല്ല 20 മിനിറ്റ് ആണ് 20 മിനിറ്റ്. ഇനി അതല്ല, നിങ്ങൾക്ക് ആദ്യം ഒന്ന് 30 മിനിറ്റ് 20 മിനിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ 4 മണിക്കൂറൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്, 1 മണിക്കൂറാണ് 1 മണിക്കൂർ. ആ സമയം ഉപയോഗിക്കുള്ളൂ എന്ന് നിങ്ങളെല്ലാം തീരുമാനിച്ചേ പറ്റുള്ളൂ. ആ സമയങ്ങൾ ഞാൻ ഉപയോഗിക്കുക, അല്ലാത്ത സമയം ഞാൻ ഉപയോഗിക്കില്ല. ഉപയോഗിക്കില്ല, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് കാര്യമാണ്, നിങ്ങൾ വല്ലപ്പോഴൊക്കെ ലൈഫിൽ ഫോൺ ഉപയോഗിക്കാത്ത സമയങ്ങളും തുടങ്ങുക. അപ്പോൾ എപ്പോഴും സോഷ്യൽ മീഡിയ മാത്രമല്ല പ്രശ്നം വരുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയാൽ വരെ പലപ്പോഴും എനിക്ക് വരെ ഉണ്ടായിട്ടുണ്ട്, എല്ലാവരും ഫോണിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം ഫോൺ ഉപയോഗിക്കാത്ത കുറച്ച് സമയം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാം. അപ്പം തന്നെ ഈ അഡിക്ഷനോടുള്ളത് സംഭവം കുറയും. കാരണം മിക്ക സമയത്ത് അഡിക്ഷൻ വരുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും കമ്പൾസീവായി ചെയ്തു പോകുന്നതുകൊണ്ടാണ്. നമുക്ക് ചിലപ്പോൾ ഫോൺ നോക്കാൻ ആഗ്രഹം പോലും ഉണ്ടാവില്ല, എന്നാലും നമ്മളെടുത്ത് ഫോൺ നോക്കും. എന്നാലും ഫോൺ എടുത്ത് നോക്കുക മാത്രമല്ല, കൃത്യമായി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ കയ്യിൽ പോയി വീഴുകയും ചെയ്യും. നിങ്ങൾ തന്നെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ നേരെ അവിടേക്ക് ആയിരിക്കും പോവുക. അത് നിങ്ങൾക്ക് കയ്യിൽ പോകാനുള്ള ആഗ്രഹം ഉണ്ടല്ലോ, അത് കമ്പൾഷനാണ്, തന്നെ അങ്ങനെ സംഭവിക്കുകയാണ്. അതിപ്പോൾ അതിനെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മെല്ലെ മെല്ലെ അത് ചെയ്യാതിരിക്കാൻ തുടങ്ങുക. ഇടയ്ക്ക് ഫോൺ ഇല്ലാത്ത സമയങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ മെല്ലെ മെല്ലെ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു റിപ്പീറ്റഡ് ബിഹേവിയർ നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് മെല്ലെ മെല്ലെ പോയി തുടങ്ങും. അപ്പോൾ അത് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി എന്ന് പറയുമ്പോൾ നിങ്ങൾ കോൺഷ്യസ്ലി നിങ്ങൾ എടുക്കേണ്ട ഡിസിഷനാണ്. അത് ഏതോ ഒരു ആപ്പോ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി സാധനമൊന്നും വന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പോകുന്നില്ല, നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യമാണ്, ഒരു ഇത്രയും പ്രായമുള്ള കുട്ടീന് ആരും ബൈക്ക് ഓടിക്കാൻ കൊടുക്കുമോ? ഇങ്ങനത്തെ ആൾക്കാരെ കൊടുക്കുമായിരിക്കും. പക്ഷേ ഗവൺമെന്റ് ഒരിക്കലും സമ്മതിക്കില്ല. ഒരു ലിമിറ്റ് ഉണ്ട്, 18 വയസ്സെന്ന് പറഞ്ഞ ഏജ് ലിമിറ്റ് ഉണ്ട്. അതിനുശേഷമുള്ള ആൾക്കാർക്ക് ബൈക്കും കാറൊക്കെ ഓടിക്കാൻ പറ്റുള്ളൂ. ആക്ച്വലി സോഷ്യൽ മീഡിയയിലും അങ്ങനെ ലിമിറ്റ് കൊണ്ടുവരേണ്ട സമയമായിട്ടുണ്ട്. ഇനി ഞാൻ അതിനെ കൂടുതൽ പൊളിറ്റിക്കൽ വശത്തിലൊന്നും കിടക്കുന്നില്ല. പക്ഷേ നിങ്ങളൊരു ടീനേജറാണ്, നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് ജസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയുള്ളൂ, അതിൻ്റെ പ്രശ്നങ്ങളും എല്ലാം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൺസിഡർ ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു പ്രായമാവുന്നവരെ സോഷ്യൽ മീഡിയ തീരെ നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാതിരിക്കുകയാണ് നല്ലത്. ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, പല റിസർച്ചേഴ്സും പല സ്റ്റഡീസ് എന്ന് പറയുന്നതാണ്. അത് ആ ബുക്കിൽ സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്കിൽ പറയുന്ന റെക്കമെൻഡേഷൻ പ്രകാരം നിങ്ങളൊരു 10ാം ക്ലാസ് വരെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കുകയാണ് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനും നിങ്ങളുടെ ഹാപ്പിനെസ്സിനും നിങ്ങളുടെ ഓവറോൾ ഡെവലപ്മെന്റിനും നല്ലത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ പക്ഷേ ഓവർ ഫോഴ്സ് ചെയ്യില്ല, പക്ഷേ കൺസിഡർ ചെയ്യുന്നത് നിങ്ങളുടെ ഓവറോൾ വെൽബീയിങ്ങിന് ഭയങ്കര നല്ലതായിരിക്കും. ഇതാണ് സത്യം. ആൻഡ് നെക്സ്റ്റ് കാര്യം,
വേറൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ ഡിജിറ്റൽ ഹൈജീനും അതുപോലെ ഈ സോഷ്യൽ മീഡിയ മാറ്റി നിർത്തിയാലും നിങ്ങൾക്ക് ബോറടിക്കാൻ തുടങ്ങും. ബോറടിക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? നാച്ചുറലി അതിലേക്ക് വീണ്ടും നമ്മൾ കിടക്കും. കാരണം ഇതിപ്പോൾ ലൈഫിൽ ഒന്നും ഇല്ലല്ലോ, മറ്റേതാണിങ്ങനെ നോക്കാൻ രസമല്ലേ എന്ന് തോന്നും. അപ്പോൾ ലൈഫിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഗിറ്റാർ പഠിക്കാൻ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ പഠിച്ചു കൊടുക്കാം. ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ മാത്രമേ എളുപ്പമുള്ളൂ. ബാക്കിയുള്ള ലൈഫിൽ എന്ത് നിങ്ങൾ പഠിക്കാൻ പോയാലും എന്ത് ചെയ്യാൻ വിചാരിച്ചാലും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതിന് അതിൻ്റെതായ ഒരു രസം ഉണ്ടാവും. മാത്രമല്ല നിങ്ങൾ ഗിറ്റാർ വായിക്കുന്ന ഭാഷയിൽ എൻജോയ് ചെയ്താലും അതൊരു രസമായിരിക്കും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പുതിയ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് ഗിറ്റാർ വായിക്കുകയോ പാട്ട് പഠിക്കുകയോ മാത്രമല്ല, ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുള്ളവരാണ് അത് പഠിക്കുക. അത് നിങ്ങളെ വലിയ ഡാൻസർ ആവാൻ വേണ്ടി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഗിറ്റാർ പഠിച്ചത് ഞാൻ വലിയ ഗിറ്റാറിസ്റ്റ് ആവാൻ വേണ്ടിയില്ല. പക്ഷെ അന്ന് ഗിറ്റാർ പഠിച്ച കാര്യം ഞാൻ വളരെ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ബാക്കിയുള്ളവരെ കാണിച്ച് എൻജോയ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഉപരി ഇന്നത്തെ ഒരു കാലത്ത് എനിക്ക് വായിച്ചു തന്നെയാണ് ഞാൻ എൻജോയ് ചെയ്യുക. എന്നെ സ്വയം എൻജോയ് ചെയ്യാണ് ഞാൻ ചെയ്യുക. നിങ്ങൾ സ്പോർട്സ് ഫുട്ബോൾ കളിക്കുന്നവരാണ് ഫുട്ബോൾ. ഇനി ഫുട്ബോൾ കളിക്കാത്തവരാണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് വല്ലതും ഫുട്ബോൾ കളിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലബ്ബ് പോലെ എന്തെങ്കിലും സ്കീം ഉണ്ടാക്കുക. ടർഫിലോ അല്ലെ അവിടുത്തെ ഗ്രൗണ്ടിലോ അങ്ങനെ എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്യുക. കുറച്ചും കൂടി ആക്ച്വൽ സോഷ്യൽ കണക്ഷൻ കിട്ടുന്നത് ക്ലബ്ബുകളോ. ആൻഡ് ഒന്നുമില്ലെങ്കിലും വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പല ആൾക്കാരും ഇന്ന് മറന്നു പോകുന്ന ഒരു കാര്യമാണത്. അത് വെറുതെ ഇരിക്കാൻ പറ്റില്ല. എപ്പോഴും എന്തെങ്കിലും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കണം. എനിക്കുള്ള പ്രശ്നം തന്നെയാണ് കേട്ടോ. ഞാനെന്തോ വേറെന്തോ ലെവലിലെത്തി എന്നല്ല പറയുന്നത്. പക്ഷെ അതൊരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണ്. വെറുതെ ഇരിക്കുക. വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് കുറേ ഐഡിയാസ് വരും, കുറേ ചിന്തകൾ വരും. കാരണം ഫോൺ ഉപയോഗിക്കുന്ന സമയത്തും ഈ സോഷ്യൽ മീഡിയയിൽ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് പുതിയ ഐഡിയാസ് ഒരിക്കലും വരില്ല, ചിന്തകളൊന്നും വരില്ല. പക്ഷെ വെറുതെ ഇരിക്കുമ്പോഴേ വരുള്ളൂ. അപ്പോൾ വെറുതെ ഇരിക്കുന്ന കാര്യം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് വല്ലപ്പോഴൊക്കെ. ഓക്കെ. ആൻഡ് ലാസ്റ്റ് കാര്യമാണ്, നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം. നിങ്ങൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും നിങ്ങൾ എന്ത് കണ്ടന്റ് കാണുന്നുണ്ടോ അതൊക്കെ നിങ്ങളുടെ അറ്റൻഷനെ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളാണ്. ഇൻക്ലൂഡിങ് നമ്മുടെ ചാനലിൽ തംബ്നെയിൽ വരെ. ഈ തംബ്നെയിൽ ആക്ച്വലി ഉണ്ടാക്കിയിരിക്കുന്ന AI ID ഉപയോഗിച്ചിട്ട് ജെമിനി AI കൊടുത്ത് ഇൻപുട്ട് വെച്ചിട്ടാണ്. അപ്പോൾ അത് പറഞ്ഞ പ്രകാരമാണ് ഈ തംബ്നെയിലും ഈ വാക്കുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നിങ്ങളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ തന്നെ ഉണ്ടാക്കിയ സാധനം തന്നെയാണ്. കാരണം ഈ മെമ്മറി ഹാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന ആർക്കറിയാം? എനിക്കും അറിയാം, ജെമിനായിക്കും അറിയാം. ഒബ്വിയസ്ലി ഇതിൻ്റെ ഉള്ളിൽ എന്താണ്, നിങ്ങൾക്ക് ഗുണമുള്ള പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങളുടെ സമയം ഒരിക്കലും ഒരു പക്ഷേ വേസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. പലപ്പോഴും നിങ്ങളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ തംബ്നെയിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു റീലിൽ ഇൻട്രഡക്ഷൻ ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കുന്ന കാര്യങ്ങളായിരിക്കും 90% സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, എന്ത് നിങ്ങൾ കാണുന്നുണ്ടോ അതൊക്കെ നിങ്ങളുടെ അറ്റൻഷനെ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ്. അപ്പോൾ പണ്ട് എവിടെയോ ഞാൻ വായിച്ചൊരു കാര്യമാണ്, എന്തൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടോ മനസ്സിലാകുക, അവിടെ പ്രൊഡക്റ്റ് നിങ്ങളാണെന്നുള്ള കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലെ പ്രൊഡക്റ്റ് നിങ്ങളാണ്. നിങ്ങളുടെ അറ്റൻഷൻ വെച്ചിട്ടാണ് ഈ ക്രിയേറ്റേഴ്സ് ഇൻക്ലൂഡിങ് എക്സാമിനർ ഈ വീഡിയോ ചാനലും എല്ലാവരും ബാക്കിയുള്ളവർക്ക് ആഡ് ആയിട്ട് വിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ടൈമാണ് ആഡ് ആയിട്ട് പോകുന്നത്. ഇനി അത് ഇൻഹറന്റ്ലി നല്ല കാര്യം മോശം കാര്യമൊന്നുമല്ല. ഗിവൺ നിങ്ങൾക്ക് അതിന് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ 90% നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എത്ര സമയം സ്പെൻഡ് ചെയ്താലും നമുക്ക് അതൊന്നും കാര്യമായിട്ട് വാല്യൂ ഒന്നും കിട്ടാറില്ല. എന്റർടൈൻമെന്റ് അപ്പം കിട്ടുന്ന ഒരു എന്റർടൈൻമെന്റ് അല്ലാതെ പിന്നീട് ആലോചിക്കുമ്പോൾ എന്താ സംഭവിച്ചത്, ഞാൻ ടൈം വെറുതെ വേസ്റ്റ് ആക്കി തന്നെയാണ് നമുക്ക് തോന്നാറ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ലൈഫ് ഈ സോഷ്യൽ മീഡിയയുടെ ഈ ട്രാപ്പിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ രക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആദ്യം മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങിയത്, എന്തുകൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ ഈ രീതിയിൽ ആവുന്നത്. അത് നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് ഈ ഒരു പ്രായത്തിൽ. ആൻഡ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ ബ്രെയിൻ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നത്, അത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു അവയർനെസ്സിൽ നിന്നാവണം നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഈ പറഞ്ഞ ഡിജിറ്റൽ ഹൈജീനും അതുപോലെ തന്നെ ടൈം ലിമിറ്റ് ഒക്കെ വെക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ പ്രതീക്ഷ അതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേസമയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.